ഹായ് ഗൈസ്. ഹായ് ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വേർഡ് പ്രസ്സിൽ എങ്ങനെ ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡോക്കർ ബൈ വീൽ ചെക്ക് ചെയ്യുക നമ്മുടെ സൈറ്റ് റൺ ആവുന്നുണ്ടല്ലോ എന്നുള്ളത്. എൻ്റെ റൺ ആയിട്ടില്ല, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കുറച്ച് ടൈം എടുക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ തൽക്കാലം ഇപ്പോൾ ഹെഡറും ഫൂട്ടറും എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻഡെക്സ് ഡോട്ട് പി എച്ച് പിയിൽ നമുക്കൊരു ഹെഡർ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, h1 ക്ലോസ് ടാബ് കറസ്പോണ്ടിങ്ങിൽ നമുക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യും ദിസ് ഈസ് മൈ ഹെഡർ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യും നമ്മൾ. ഓക്കെ, സെയിം വേ ഞാൻ ഫൂട്ടർ കൂടി ആഡ് ചെയ്യുന്നു. ഇവിടെ ആ ഫൂട്ടറിൽ നമ്മൾ മെൻഷൻ ചെയ്യും ദിസ് ഈസ് മൈ ഫൂട്ടർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സേവ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം നമ്മൾ സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം നമ്മൾ കൊടുത്ത ഫൂട്ടർ വരുന്നുണ്ടോ എന്നുള്ളത്. നമുക്കിവിടെ റീലോഡ് ചെയ്ത് നോക്കാം. സ്പേസസ് ആണ്, സോറി, ടെസ്റ്റ് ബൈ ലോക്കറ്റ്, ഇത് പേജസ് ആയിരുന്നു. സോ നമ്മുടെ ഫൂട്ടർ വരുന്നുണ്ട്, ഇവിടെ ഹെഡറും ഫൂട്ടറും വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ പോസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒന്നും വരുന്നില്ല. സോ നമ്മൾ ഇതിൽ പ്രശ്നം നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ പേജിലും ഈ ഹെഡർ h1 ദിസ് ഇസ് മൈ ഹെഡർ ദിസ് ഇസ് മൈ ഫൂട്ടർ എന്ന് പറഞ്ഞ ഐഡി. ഇനി നാളെ ഈ ഹെഡറിൽ ചേഞ്ച് ചെയ്യണം. നമ്മുടെ 100 പേജസ് ഉണ്ട്. ഈ 100 പേജസ് നമ്മൾ നാളെ ഹെഡർ ചേഞ്ച് ചെയ്യണം. എന്താ പ്രശ്നം പറ്റുന്ന വെച്ചാൽ ഈ 100 പേജിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് തരണം. സോ നമ്മൾ ഐഡിയലി എന്താ ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഒഴിവാക്കണം. ഇത് ഒഴിവാക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫയലായിട്ട് എഴുതിയിട്ട് ആ ഫയലിൽ നമുക്ക് കോൾ ചെയ്താൽ മതി. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഹെഡർ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ഫയൽ ചേഞ്ച് ചെയ്താൽ മതി. ആ 100 സ്ഥലത്ത് കോൾ ചെയ്യുന്നുണ്ടല്ലോ, ബെസ്റ്റ് നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. ഫയലിൽ നമ്മൾ കണ്ടന്റ്സ് ഒക്കെ നമ്മുടെ ഫയലിലായിരിക്കും മെൻഷൻ ചെയ്യേണ്ടത്. സോ അത് നമുക്ക് ആഡ് ചെയ്യാം ഫയൽ. അത് സിമ്പിൾ ആണ്. ന്യൂ ഫയൽ ഹെഡർ ഡോട്ട് പി എച്ച് പി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ ഹെഡർ ഡോട്ട് പി എച്ച് പി നമ്മൾ എഴുതി കഴിഞ്ഞു. അതിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പോൾ ഒരു നമ്മുടെ കേസിൽ ഹെഡിങ് 1 കൊടുത്തു, ഹെഡിങ് 1. എന്നിട്ട് ഞാൻ മെൻഷൻ ചെയ്യും ദിസ് ഈസ് മൈ ഹെഡിങ്. സേവ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇൻഡെക്സ് ഡോട്ട് പി എച്ച് പിയിൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം, ആവശ്യമില്ല. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇൻഡെക്സ് ഡോട്ട് പി എച്ച് പി ഹെഡർ ഡോട്ട് പി എച്ച് പി ഫയൽ എടുത്ത് ദിസ് ഇസ് മൈ ഹെഡിങ് ചെയ്തു. ഇനി ഇത് ഫയൽ നമുക്കിവിടെ കോൾ ചെയ്യണം ബേസിക്കലി. അത് പി എച്ച് പി ആയിട്ടുള്ള റാപ്പപ്പ് ചെയ്യുക. കാരണം ഇത് എക്സിസ്റ്റിംഗ് ഒരു വേർഡ് പ്രസ് മെത്തേഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് ഗെറ്റ് അണ്ടർസ്കോർ ജി എ എച്ച്, ഹെഡേഴ്സ് അല്ല ഹെഡർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഗെറ്റ് ഹെഡർ സെമിക്കോളൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് നോക്കാം വരുന്നുണ്ടോ നോക്കാം. ദിസ് ഇസ് മൈ ഹെഡിങ് കറക്റ്റായിട്ട് വന്നപ്പോൾ. സോ ആ ഫയൽ കോൾ ചെയ്തു. ഇപ്പം നമ്മുടെ ഒരു എത്ര പേജസ് ഉണ്ട് അവിടേക്ക് കോൾ ചെയ്താൽ മതി. ലൈക്ക് നമ്മുടെ കണ്ടന്റ് ചെയ്യും. ഇപ്പം ദിസ് ഇസ് മൈ ഹെഡിങ് മാറ്റിയിട്ട് ദിസ് ഇസ് മൈ ടൈറ്റിൽ ആക്കണമെങ്കിൽ സിമ്പിളാണ്. ഇവിടെ ഹെഡറിൽ പോയിട്ട് ഇവിടെ മാറ്റിയാൽ മതി. ദിസ് ഇസ് മൈ ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഹെഡറിങ് ദിസ് ഇസ് മൈ ടൈറ്റിലായി. സോ എനിക്കിവിടെ 100 സ്ഥലത്തുണ്ട്, 100 സ്ഥലത്ത് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒറ്റ ഫയൽ ചേഞ്ച് ചെയ്താൽ മതി. അതേപോലെ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഫൂട്ടറും ആഡ് ചെയ്യേണ്ടി വരും ഇതേപോലെ. അപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് ഇതേ ഫയലിൽ കണ്ടന്റാണ് കിടക്കുന്നത്. സോ ബേസിക്കലി ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. സോ അത് എളുപ്പമാണ്. അടുത്ത ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഫൂട്ടർ ഡോട്ട് പി എച്ച് പി എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും നമ്മൾ. എന്നിട്ട് ഫൂട്ടർ ഡോട്ട് പി എച്ച് പിയിൽ ഈ ഫൂട്ടർ ഇവിടുന്ന് കട്ട് ചെയ്യുക. ഇത് ആവശ്യമില്ല ഇവിടെ. ഓക്കെ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ദിസ് ഈസ് മൈ ഫൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫൂട്ടർ ഇവിടെ കോൾ ചെയ്യണം ബേസിക്കലി. ഇപ്പം നമ്മൾ ഫൂട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സിലേക്ക് നമ്മൾ ഫൂട്ടർ കോൾ ചെയ്യണം. അത് പി എച്ച് പിയുടെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എക്സിസ്റ്റിംഗ് ഫംഗ്ഷൻ നേരത്തെ എഴുതിയ പോലെ സിമ്പിളാണ്. ഗെറ്റ് ഫൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് അണ്ടർസ്കോർ ഫൂട്ടർ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അത് ആഡ് ചെയ്യുക, സെമിക്കോളൻ, സേവ്. എന്നിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫൂട്ടർ ഫയലിനും കൂടി ആഡ് ചെയ്യാം. ഗെറ്റ് മൈ ഫൂട്ടർ ഫയൽ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. ദിസ് ഇസ് മൈ ഫൂട്ടർ ഫയൽ.
സോ ബേസിക്കലി ഇപ്പോൾ ഹെഡറും ഫൂട്ടറും നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ അത് സെപ്പറേറ്റ് ഫയലാക്കി എന്നിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു. ഇവിടെ ഹെഡർ വിളിക്കാൻ പറയുന്നു, ഇവിടെ ഫൂട്ടർ വിളിക്കാൻ പറയുന്നു. ഓക്കെ, ഇതിൽ ചാലഞ്ചിങ് എന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡർ ഫൂട്ടർ കിട്ടുന്നില്ല. സിമ്പിളാണ് നമ്മുടെ കേസിൽ. ഇപ്പോൾ എനിക്ക് ഈ ഹെഡർ ഉണ്ടല്ലോ, ഈ ഹെഡർ കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പോസ്റ്റിന് എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സിംഗിൾ ഡോട്ട് പി എച്ച് പി ആണ് ഫയൽ വേണ്ടിയിരുന്നത് പോസ്റ്റ് കോൾ ചെയ്യാനായിട്ട്. സോ ഇവിടെ പേസ്റ്റ് ചെയ്യാം ഗെറ്റ് ഹെഡർ, അതേപോലെ ഗെറ്റ് ഫൂട്ടർ കോപ്പി ചെയ്യുക, സിംഗിൾ ഡോട്ട് പി എച്ച് പി എടുക്കുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്തപ്പോൾ ഓക്കെ, ദിസ് ഇസ് മൈ ടൈറ്റിൽ വന്നു. ബേസിക്കലി ഹെഡറാണ്, ഫൂട്ടറാണ് ലോഡായി. നമുക്ക് അടുത്ത ക്ലിക്ക് ചെയ്ത് നോക്കാം. ഹലോ വേൾഡ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഹലോ വേൾഡിലും ഇത് ഹെഡർ വന്നു, ഫൂട്ടറും വന്നു. സോ എനിക്ക് ഫൂട്ടർ ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ കണ്ടിന്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പം മൾട്ടിപ്പിൾ സ്ഥലത്ത് കോൾ ചേഞ്ച് ചെയ്യേണ്ട, ഈ ഒറ്റ ഫയലിൽ ചേഞ്ച് ചെയ്താൽ മതി. ബേസിക്കലി എന്തെങ്കിലും കണ്ടന്റ് ചേഞ്ച് ചെയ്യുന്നില്ല, അപ്പോൾ ഡ്യൂപ്ലിസിറ്റി നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ഇനി ഇതിൽ അടുത്തൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പേജസ് ആണ്. ഈ പേജിൽ നമുക്ക് ഹെഡർ ഫൂട്ടറും വന്നിട്ടില്ല, കാരണം നമ്മൾ ആഡ് ചെയ്തത് പോസ്റ്റ് ആണ്. പേജിൽ ആഡ് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പേജിന് എന്തായിരുന്നു പേജ് ഡോട്ട് പി എച്ച് പി. സോ പേജ് ഡോട്ട് പി എച്ച് പിയിൽ നമ്മൾ ഗെറ്റ് ഹെഡർ കോപ്പി ചെയ്യുക മെത്തേഡ്, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അതേപോലെ ഹെഡർ ചെയ്തപോലെ തന്നെ ഫൂട്ടറിൻ്റെ മെത്തേഡും നമ്മുടെ കയ്യിലുണ്ട്. ഫൂട്ടർ മെത്തേഡും കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ നമ്മളിവിടെയും പേജ് ഡോട്ട് പി എച്ച് പിയിൽ നമ്മൾ ഹെഡറും ഫൂട്ടറും കോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ റീലോഡ് ചെയ്യാം. സോ ബേസിക്കലി ഇപ്പോൾ എന്തായി, ഹെഡർ വന്നു, ഫൂട്ടർ വന്നു നമ്മുടെ. സോ ഇതാണ് ഹെഡർ ഫൂട്ടർ നമ്മൾ ആഡ് ചെയ്തത്. ഇത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആക്ച്വലി. സോ ഈ മെത്തേഡ് ഗെറ്റ് ഹെഡറും ഗെറ്റ് ഫൂട്ടറും മെത്തേഡും എക്സിസ്റ്റിംഗ് മെത്തേഡാണ്. ഇതിൻ്റെ നമ്മൾ ജസ്റ്റ് കോഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ലൈബ്രറിയുടെ ഉള്ളിൽ. സോ നമ്മൾ എക്സ്ട്രാ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോഡിംഗ് ദ മെത്തേഡ് ആൻഡ് വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട്. സോ അതാണ് ഈ രണ്ട് മെത്തേഡ് ചെയ്യുന്നത്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നെയിം അതേപോലെ കൊടുക്കുക, ഹെഡർ ഡോട്ട് പി എച്ച് പി, ഫൂട്ടർ ഡോട്ട് പി എച്ച് പി. സോ ബേസിക്കലി ഹെഡർ ഡോട്ട് പി ഗെറ്റ് ഹെഡർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഇതിൽ ആ മെത്തേഡ് നമ്മൾ എഴുതിയിട്ടില്ല, ഇൻബിൽറ്റ് മെത്തേഡാണ്. അത് ഹെഡർ ഡോട്ട് പി എച്ച് പി ഫൈൻ ചെയ്തിട്ട് അതിലെ കണ്ടൻസ് എടുത്ത് ലോഡ് ചെയ്യും. സെയിം വേ ഗെറ്റ് ഫൂട്ടർ മെത്തേഡ് എന്താ ചെയ്യുക വെച്ചാൽ ഫൂട്ടർ ഡോട്ട് പി എച്ച് പി ഫൈൻ ചെയ്തിട്ട് അതിലെ കണ്ടന്റ് എടുത്തിട്ട് അത് ലോഡ് ചെയ്യും. സോ നമ്മുടെ ഹെഡറും ഫൂട്ടറും ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് CSS ആണ്. അത് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് നോക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ് സെക്ഷൻ ആയിരുന്നു. സോ നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിട്ട് കമൻസിൽ എൻ്റെ അടുത്ത് മെൻഷൻ ചെയ്യുക. സോ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ക്ലിയർ ചെയ്ത് തരാം.